കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം പോലും പാർട്ടി ചെയ്യാൻ പോകും. ആ കാര്യം 150% ഉറപ്പാണ്. കെ കരുണാകരന് ഞാനായിട്ടിരിക്കുന്നത് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കില്ല. മരിച്ചുപോയ കെ കരുണാകരൻ ഏതായാലും കുടുംബത്തിലെ ആ പേരുണ്ടാക്കി ഞാനായ വഴിയിലേക്ക് പോകും. ആ കാര്യം 150% ഉറപ്പാണ്. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം നിങ്ങളുടെ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് താങ്കൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ, ഉറപ്പായിട്ട് സജീവം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. കാരണം വയനാടിന്റെ മേജർ പോർഷൻ എൻ്റെ പഴയ പാർലമെന്റാണ്. അവിടുത്തെ എല്ലാ മുക്കും പോലും എനിക്കറിയാം. ഈ മാസം അവസാനം കഴിഞ്ഞാൽ താങ്കൾ സജീവമാകും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല രമേശ് ചെന്നിത്തലക്കാണ് നൽകിയത്. ഞാൻ പറയുന്നത് അത് നല്ല തീരുമാനമാണ്. ദേശീയ നേതാക്കന്മാർ അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിന് നോക്കാൻ പറഞ്ഞത് ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. ഒരാൾ ഒരു പോയിന്റിൽ നിന്ന് പ്രവർത്തിച്ചാൽ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വടകരയിലെ 7 സ്ഥലം ഞാൻ നോക്കിക്കോളാം, വട്ടിയൂർക്കാവ് നോക്കിക്കോളാം, 8 സ്ഥലം ഞാൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ നേരെ മറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചാൽ സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. നമ്മൾ നിന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സ്വാധാരണമായിട്ടുള്ള തീരുമാനമാണ്. അല്ല, ആലപ്പുഴയിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അങ്ങേ പോലുള്ള രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക പ്രദേശക്കാരനായിട്ട് കൂട്ടരുത്. അദ്ദേഹം ദേശീയ നേതാവാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് LDF ഭരിക്കുകയാണ്. അത് പിടിച്ചെടുക്കാൻ ഒരു നേതൃത്വം അത്യാവശ്യമാണ്. തിരുവനന്തപുരത്ത് വിഷ്ണുനാഥിനെയാണ് വെച്ചുള്ള ഞാൻ സഹായിച്ചു കൊടുക്കാം. കാരണം എനിക്ക് വോട്ടുള്ള സ്ഥലമാണ്. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ 24 കോർപ്പറേഷൻ വാർഡ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല തീരുമാനമാണ് പുറത്തുനിന്ന് ഒരാളെ വയ്ക്കുന്നത്. കാരണം അകത്തുള്ളവരൊക്കെ കോൺട്രവേഴ്ഷ്യലായതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വരുന്നത് നല്ലതാണ്. ഞാനും പറഞ്ഞിട്ട് ഞാനും സഹായിച്ചു കൊടുക്കും. അങ്ങ് തിരുവനന്തപുരത്ത് സജീവമാണ്. ഉണ്ട് തിരുവനന്തപുരത്ത്. അവർക്ക് വോട്ടറാണല്ലോ ഞാൻ. തിരുവനന്തപുരം DCC പ്രസിഡന്റിനെതിരെ ഇപ്പൊ പോസ്റ്റർ വന്നിട്ടുണ്ട്, മാരാർജി ഭവനിലേക്ക് ഓഫീസ് മാറ്റണം എന്നുള്ളതിന്. അതൊക്കെ ഞാൻ പറയാം. ഈ ചില ശക്തികൾ ഇരുട്ടത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാരും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നവർ. എന്തേ നേരിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? തിരുവനന്തപുരം DCCയുടെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരാളൊരു കുറ്റവും പറഞ്ഞിട്ടുണ്ട്. ഇത് രാത്രി ഇരുന്ന് പോസ്റ്റർ ഒട്ടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ അത് പാർട്ടിക്ക് അത്രയും ഗുണകരമാണ്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് ഈ ഇരുട്ടത്ത് ഒട്ടിക്കൽ പരിപാടി. അത് ആര് ചെയ്താലും ശരിയാണ്. അല്ല, ഇന്നലെ ടി സിദ്ദിഖിനെതിരെ കൊണ്ട് ഒരു റേപ്പ് കേസ് പ്രതിയെ സഹായിച്ചു എന്നൊരു ആരോപണം ഒരു പെൺകുട്ടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ്? അതൊക്കെ അതിന് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ പോലീസിലൊക്കെ. അതിനന്വേഷിക്കട്ടെ. പക്ഷേ വ്യക്തികളെ തേജോധം ചെയ്യാനുള്ള ശ്രമമാണോ എന്നും കൂടെ പരിശോധിക്കും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് ഈ കോൺഗ്രസ് ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കെ മുരളീധരൻ പറയുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ കെ മുരളീധരനും സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ